ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ റെസിപ്പി ആയിട്ടോട്ടെ വന്നിറക്കും നിങ്ങളുടെ മുമ്പിൽ. വേറെ ഒന്നല്ല, ഉണക്കമാന്നുള്ള കറി എങ്ങനെ വെക്കുക എന്നുള്ളത് അതെല്ലാവർക്കും അറിയായിരിക്കും. എന്നാൽ ഞാൻ വെക്കുന്ന രീതിയും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വെച്ചിട്ടോ. അതിന് വേണ്ടി ഒരു തക്കാളി, ഒരു സവോള, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പില, ഒരു പച്ചമുളക്, ആവശ്യത്തിന് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് നന്നായി തിരുമ്പിയെടുക്കാം കേട്ടോ. മാങ്ങയിലെത്ത കാരണം കൊണ്ട് ഞാൻ തക്കാളി എടുത്തിറക്കുന്നത്. നമുക്ക് ആവശ്യാനുസരണം പുളി എടുത്ത് വെള്ളത്തിലിടാം കേട്ടോ. ഉണക്കമാന്തരം നിങ്ങൾക്ക് എത്ര വേണോ അത്ര എടുക്കാം. അത് നന്നായി കുതിർത്തി കുറച്ച് നേരം പേപ്പറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത്യാവശ്യം ഉപ്പൊക്കെ വലിച്ചെടുക്കും കേട്ടോ. നല്ല മിക്സാക്കി വെച്ചു കേട്ടോ. നല്ല കൂട്ടി ഞാൻ തിരുമ്പി എടുത്തിട്ടുണ്ടേ. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഞാൻ ചെയ്യേണ്ട. അത് കഴിഞ്ഞ് ഞാൻ ആ പുളിവെള്ളം അതിലേക്ക് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെക്കണ്ടേ. അത് കഴിഞ്ഞ് അരമുറി തേങ്ങ ഞാൻ അരച്ചെടുത്തു. അത് നന്നായിട്ട് തിളക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണ വരയ്ക്ക് അരമുറി തേങ്ങ കംപ്ലീറ്റായിട്ട് ചെരുകി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേപ്പിലയും ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തു കേട്ടോ. അത് തിളച്ച് വന്നപ്പോഴേക്കും എൻ്റെ അരപ്പ് ഞാനതിൽ ചേർത്ത് നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചു. അത് തിളച്ച് വന്നപ്പോൾ ഞാൻ ഓരോ ഉണക്കമാന്തളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കൂട്ടുമോയെന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കൂട്ടാമെന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് തിളച്ചപ്പോൾ കറി മാറ്റി വെച്ച് ഞാൻ ചീനച്ചട്ടിയിൽ ചെറുള്ളി മൂപ്പിക്കാൻ കേട്ടോ. അതിൽ 4 കറിവേപ്പിലയിട്ട് നന്നായി മൂപ്പിച്ചു. ഇത്തിരി പച്ചമുളകല്ല മുളക് പൊടി ഇട്ട് ഞാൻ കറി വറുത്തെടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇത് കൂട്ടുള്ള ഗീ റൈസിൻ്റെ റെസിപ്പി ആയിട്ട് പറയുന്നത്. ഗീ റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വയ്ക്കണം. ഒന്നല്ലെങ്കിൽ കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വയ്ക്കാം, അല്ലെങ്കിൽ സോക്ക് ചെയ്തതിന് ശേഷം നമുക്കത് കഴുകിയെടുക്കാം കേട്ടോ. എന്നിട്ട് വെള്ളം മാറ്റി വയ്ക്കാം. അതിൽ ഞാൻ ഈ ഒരു പാത്രത്തിലാട്ടോ എടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള ക്വാണ്ടിറ്റിയില്ല. ഇതിൽ ഞാൻ തക്കോലം പട്ടയും പെരുംജീരകം ഇട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ടാട്ടോ ഇതൊക്കെ വറുത്തെടുക്കുന്നത്. ആരെയും ചെറുതായിട്ട് നമ്മൾ നന്നായി വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും, കൂട്ടി പിടിക്കത്തില്ല. അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ്സിൻ്റെ വെള്ളം രൂപത്തിൽ ഞാൻ എടുത്തിട്ടു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിയൊക്കെ കണ്ട സൈഡിലൊക്കെ പിടിച്ചിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഗീ റൈസ് വെച്ച് കുറേ ഗീയൊന്നും ഒഴിക്കില്ല. എന്നാലും അവനത് ഇഷ്ടപ്പെട്ട രീതിയിൽ ചോറിനേക്കാളും കൂടുതൽ അവൻ ബിരിയാണി റൈസ് കഴിക്കുന്നു എന്നൊരു കാരണം കൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു സവോള കുഞ്ഞാന്നരിഞ്ഞെടുത്ത് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചോട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തേ അപ്പോഴേക്ക് റൈസൊക്കെ സെറ്റായിട്ടുണ്ട്. അതിന് ഞാൻ നേരെ വെയിറ്റ് കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞൊരൻ്റെ കുഴയെടുത്തിട്ടാണ് വെച്ചത്. അത് കഴിഞ്ഞ് അത് ഞാൻ മുട്ട പൊരിക്കാനായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ചീനച്ചട്ടിയിൽ സെറ്റാക്കാം കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റാവുന്നതാണ്. അത് കഴിഞ്ഞ് മുട്ടയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ചിക്കി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തന്നെയാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. അവന് കഴിക്കാൻ പാകത്തിനെന്ന് വെച്ചാൽ ക്രിസ്പി ആയിട്ട് നന്നായിട്ട് കഴിക്കും കേട്ടോ. അവൻ നന്നായിട്ട് വെന്തുണ്ടാവണം. ചിലവർക്ക് നല്ല പോലെ വേണമെന്നായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ റൈസൊക്കെ ഓരോന്നും പാക്ക് ചെയ്യാൻ തുടങ്ങി. മുട്ട ചിക്കി പൊരിച്ചതും ഈ റൈസൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തു കേട്ടോ. വേറൊരു വീടായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം കേട്ടോ. ഇതിൽ തൈര് ഇടയുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.